ദൈവകരുണയുടെ ഈ ചിത്രം നാം പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. എന്താണ് ദൈവകരുണ? ദൈവകരുണയുടെ ഭക്തി പ്രചരിച്ചതെങ്ങനെ? ആരിലൂടെയാണ് ദൈവകരുണയെപ്പറ്റി നമുക്ക് കൂടുതൽ വെളിപ്പെട്ട് കിട്ടിയത്? എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അമലനഗർ സെന്റ് ജോസഫ് ചർച്ച് വിശ്വാസ പരിശീലന വിഭാഗം 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ കരുണയുടെ ഉറവിടം എന്ന ഈ കൊച്ചു വീഡിയോയിലൂടെ ആവിഷ്കരിക്കുന്നത്. 1905 ഓഗസ്റ്റ് 25-ാം തീയതി പോളണ്ടിലെ ഗ്ലോഗോമിസ് എന്ന ഗ്രാമത്തിലെ കൊവാൾസ്ക എന്ന കൃഷിക്കാരൻ്റെ മൂന്നാമത്തെ മകളായി ഫൗസ്റ്റീന ജനിച്ചു. 19-ാം വയസ്സിൽ സന്യാസ സഭയിൽ ചേർന്നു. 1938 33-ാം വയസ്സിൽ ഫൗസ്റ്റീന മരിച്ചു. 2000 ഏപ്രിൽ 30-ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഈ ദിവസം മുതലാണ് ആഗോള സഭ കരുണയുടെ തിരുനാളിന് തുടക്കം കുറിച്ചത്. ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് ദേവകരുണയുടെ തിരുനാൾ ആഘോഷിക്കേണ്ടതെന്ന് ഈശോ ആഗ്രഹിക്കുന്നതായി വിശുദ്ധയുടെ ഡയറി 299-ാം ഖണ്ഡിക രേഖപ്പെടുത്തിയിരിക്കുന്നു. 1931 ഫെബ്രുവരി 22-ന് വിശുദ്ധയ്ക്കുണ്ടായ ഒരു ദർശനത്തിൽ നീ കാണുന്നത് പോലെ എൻ്റെ ഛായാചിത്രം ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടെ വരയ്ക്കണം. ഈ ഛായാചിത്രം വണങ്ങുന്ന ദൈവമക്കൾ ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു. ഈശോയുടെ ഛായാചിത്രത്തിന്റെ മാറിടത്തിൽ നിന്നും 2 പ്രകാശരശ്മികൾ പുറത്തേക്ക് ബഹിർഗമിക്കുന്നു. ഒരെണ്ണം ചുവന്നതും മറ്റേത് വെള്ളയും. വെള്ളരശ്മികൾ ആത്മാക്കളെ നവീകരിക്കുന്ന വെള്ളത്തെയും ചുവന്ന രശ്മികൾ ആത്മാക്കളുടെ ജീവനായ രക്തത്തെയും സൂചിപ്പിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ കോപത്തിൽ നിന്ന് ആത്മാക്കളെ മറയ്ക്കുന്ന പരിചയമാണ് ഈ രശ്മികൾ എന്ന് ഈശോ വെളിപ്പെടുത്തി. കാരുണ്യപ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം പ്രയോജനരഹിതമാണെന്ന് ഡയറി 742 ഖണ്ഡികയിൽ പറയുന്നു. കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനും ഈ ഛായാചിത്രം നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കുമെന്ന് ഡയറി 699-ാം ഖണ്ഡികയിൽ പറയുന്നു. ദുഃഖ വെള്ളിയാഴ്ച മുതൽ 9 ദിവസത്തെ നൊവേന ചൊല്ലി കരുണയുടെ തിരുനാളിനായി ഒരുങ്ങുന്നു. എല്ലാ ആത്മാക്കളും, പ്രത്യേകിച്ച് കഠിനപാപികളും കരുണയുടെ തിരുനാളിൽ അഭയവും സംരക്ഷണവുമാണ്. കരുണയുടെ ജപമാല ചൊല്ലുന്ന ആത്മാക്കളെ ജീവിതകാലം മുഴുവനും, പ്രത്യേകിച്ച് മരണസമയത്ത് എൻ്റെ കരുണയാൽ ഞാൻ അവരെ ആശ്ലേഷിക്കും. മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഇത് ചൊല്ലിയാലും ഈ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുന്നതാണ്. 3 മണിക്ക് എൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പാപികളുടെ ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് അല്പമെങ്കിലും ധ്യാനിക്കണം. ഈ മണിക്കൂറിൽ എൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ഒരു കാര്യവും നിഷേധിക്കുകയില്ലെന്ന് ഡയറി 1320 ഖണ്ഡികയിൽ പറയുന്നു. ദേവകരുണയുടെ ഭക്തി പ്രചരിപ്പിക്കുക എന്നത് മഹത്തായ ഒരു പ്രേക്ഷിത ദൗത്യമാണ്. അങ്ങനെ നമ്മുടെ കുറവുകൾ പരിഹരിക്കപ്പെടുമെന്ന് ഈശോനാഥൻ ഉറപ്പ് നൽകുന്നു. ദൈവിക കരുണയുടെ ചിത്രം കാണുമ്പോഴേക്കും 3 മണി സമയങ്ങളിൽ പ്രാർത്ഥന നിരന്തരായിരിക്കുമ്പോഴും അല്ലെങ്കിൽ കരുണയുടെ ജപമാല ചൊല്ലുമ്പോഴും സഭയുടെ യഥാർത്ഥ കൂദാശ ജീവിതത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ ഈശോയിൽ രൂപാന്തരപ്പെടുത്താനും സാധിക്കുന്നുണ്ടോ? അതോ ഒരു ഭക്തകൃത്യം മാത്രമായി മാറുകയാണോ? നമ്മുടെ അനുദിന ജീവിതത്തിൽ കാരുണ്യമുള്ളവരാകാൻ കൂടുതൽ നാം വളരുകയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ